Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Good Miss. afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Prayer ആരാ ചെയ്യുന്നേ? Prayer. ഞാൻ മാം സുനിത. Okay. ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റാർട്ട് ചെയ്യട്ടാം. ചെയ്തോളൂ. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങൾ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു മാം. Ma'am, signing. എന്താ? Signing. Signing. Okay. Good afternoon, ma'am. Myself, Remya Thomas. Good afternoon, everyone. I am so glad to see you all here today. I want to welcome our teacher, Ashwati ma'am, and all of my friends to class. Let's make today a positive and productive day. And remember to always believe in ourselves and each other. I want to welcome Thought for Anjana and Action Song Ansi. Thank you, ma'am. Okay. Ma'am, thought പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ അഞ്ജന. Never change your originality for the sake of others because no one can play your role better than you. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ മൗലികത മാറ്റരുത്, കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ വേഷം ചെയ്യാൻ മറ്റാർക്കും കഴിയും. ഞാൻ ആക്ഷൻ സോങ് പറയട്ടെ. Itsy bitsy spider climbed up the water spout. Down came the rain and washed the spider out. Out came the sunshine and dried up all the rain. So the itsy bitsy spider climbed up the spout again. Thank you, ma'am. Okay. Very good. Okay. അപ്പൊ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. സ്റ്റാർട്ട് ചെയ്തോട്ടെ? യെസ് മാം. പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് പേജ് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. യൂണിറ്റ് 1 ആണ് ഞാൻ എടുക്കുന്നത്. മോഡൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. പേജ് നമ്പർ 1. പേജ് നമ്പർ 1. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചത്? വെൽനെസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ് മനസ്സിലായത്? ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാമോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള്? വെൽനെസ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. മറന്നുപോയോ? 2 ആഴ്ച മുൻപായിരുന്നു അല്ലേ? ശാരീരികവും മാനസികവും വൈകാരികപരവും ആത്മീയപരവുമായ എല്ലാ ഘടകങ്ങളും തുല്യമായ അവസ്ഥയെ വെൽനസ് എന്ന് പറയുന്നു. അത് മാത്രമേ ഉള്ളോ? അത് മാത്രം പറഞ്ഞാന്നുള്ളോ?
മാം ക്ലൈമറ്റ് വെൽനെസിനെ പറ്റി പറഞ്ഞിരുന്നു. സുഖം, സമാധാനം, സന്തോഷം എല്ലാതും കൂടി കൂടിച്ചേർന്നതാണ് വെൽനെസ്. പിന്നെ പലതരത്തിലുള്ള വെൽനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ക്ലൈമറ്റ് വെൽനസ് ഈ അടുത്ത് കണ്ടുപിടിച്ചതാണ് ക്ലൈമറ്റ് വെൽനസ് എന്ന് പറയുന്നത്. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ, കൾച്ചർ. ഓക്കെ, അപ്പൊ അത്തരം ഫാക്ടേഴ്സ് ഒക്കെ വെൽനസുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ അവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെങ്ത്, എ ഹെൽത്ത് റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് that related the capacity of the muscles to exert force. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? എന്താ വായിച്ചിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സിനെയാണ് താഴെ പറയുന്നത്. അത് ഫസ്റ്റ് വൺ ആണ് സ്ട്രെങ്ത്. എന്താണ് മസിൽസിന്റെ കപ്പാസിറ്റി, ഹെൽത്തില് ഉണ്ടാകുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, അതായത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാക്സിമം മസിൽസിന്റെ എഫേർട്ടിനെയാണ് എന്ത് പറയാ, സ്ട്രെങ്ത് എന്ന് പറയാ കേട്ടോ. അതിലൂടെ നമുക്ക് എന്ത് ഉണ്ടാകുന്നുണ്ട്? ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. മാക്സിമം മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? എഫേർട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാകുന്നു. അപ്പോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു എലമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വെയിറ്റ് ട്രെയിനിങ്, അതായത് ഭാരം ഉയർത്തുക. നമ്മള് ഡമ്പലൊക്കെ ഉയർത്തില്ലേ, ജിമ്മിൽ ചെന്നാല് ഡമ്പലൊക്കെ ഉയർത്തുമ്പോൾ നമ്മുടെ മസിൽസ് എന്ത് ചെയ്യാണ്? മാക്സിമം എഫേർട്ട് എടുക്കുക ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പേശികളൊക്കെ എന്ത് ചെയ്യും? മസിൽസ് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ആ ഡമ്പലുകളൊക്കെ ഉയർത്തുക. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ വെയിറ്റ് ട്രെയിനിങ് മസിൽസ്, അതായത് ഡമ്പൽ റൈസ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡമ്പൽ ഉയർത്തുന്നത് കേട്ടോ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ മാക്സിമം മസിൽസ് എഫേർട്ടിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് കൊടുക്കാം. അതിനകത്ത് തന്നെ ഡംബൽ റൈസിങ് നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് സ്ട്രെങ്ത്. Then second one is endurance. Endurance എന്താണെന്ന് നോക്കാം. A health related component of physical fitness that relates to the muscle's ability to continue to perform without weakness. അതായത് റിപ്പീറ്റഡ് ആയിട്ട് മസിൽസിന്റെ സ്ട്രെങ്ത്, അതായത് മസിൽസിന്റെ എഫേർട്ട് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മസിൽസിന് എഫേർട്ട് കൊടുക്കുന്നതിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആവർത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പുഷപ്പ് കൊടുക്കാം. പുഷപ്പ് എടുക്കുന്നത് എന്താണ്? എൻഡ്യൂറൻസ് ഉദാഹരണമായിട്ട് വരുന്നതാണ്. എങ്ങനെയാണ്? എന്ത് ചെയ്യുന്നു? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മസിൽസിന് എന്ത് കൊടുക്കുന്നു? എഫേർട്ട് കൊടുക്കുന്നു. പുഷപ്സ്. പിന്നെ സൈക്ലിങ്, നമ്മൾ സൈക്കിൾ ഔട്ടുമല്ലോ, അതായത് ജിമ്മിലൊക്കെ ചെന്നാല് സൈക്ലിംഗ് നടത്തില്ലേ. അപ്പൊ എന്താ ചെയ്യുന്ന? അതിലൂടെ മാക്സിമം മസിൽസിന് എഫേർട്ട് കൊടുക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് എന്ത് കൊടുക്കുന്നു? നമ്മൾ അത് നിർത്തുന്നില്ല. ആ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയാം നമുക്ക്. എൻഡുറൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം പുഷ് ആൻഡ് സൈക്ലിംഗ്. ഓക്കെ, എൻഡുറൻസിന് എക്സാമ്പിൾ ആണ്. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? സ്ട്രെങ്ത് ക്ലിയർ ആയോ? എൻഡുറൻസ് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, നമുക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മാം. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വഴക്കം അല്ലെ, ശരീരത്തിന്റെ ഈ വഴക്കം എന്ന് നമ്മൾ പറയാൻ വേണമെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ് ഓഫ് ഫിസിക്കൽ സ്ട്രെങ്ത് ദാറ്റ് റിലേറ്റ്സ് ടു ദ റേഞ്ച് ഓഫ് മോഷൻ അവൈലബിൾ അറ്റ് എ ജോബ്. അതായത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ബോഡി ടോട്ടൽ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. നമുക്ക് ചില എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം ഫ്ലെക്സിബിൾ ആകുന്നത് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. എക്സാമ്പിൾ യോഗ ഫ്ലെക്സിബിലിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് വഴക്കം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്
യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സിബിലിറ്റിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യോഗ കൊടുക്കാം. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി കേട്ടോ. ഓവറോൾ ബോഡി മൂവ്മെന്റ് ആണ് എന്ത് ഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ ആണ് യോഗ. അടുത്തതാണ് സ്പീഡ്. A skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്പീഡായിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പറയാം വാക്കിംഗ് പറയാം, നടത്തം. അതായത് നമുക്ക് വേഗത്തില് ഒരു എന്താ പറയാ വളരെ വേഗത്തില് ഒരു ഇത്ര അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ കുറച്ച് ദൂരം നമ്മുടെ സ്കില്ലിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി അനുസരിച്ച് നടന്ന് നീങ്ങാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ വാക്കിംഗ്. വാക്കിംഗ് എന്താണ്? സ്പീഡിന് ഉദാഹരണം. അല്ലെങ്കിൽ റണ്ണിങ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന എക്സസൈസുകളാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് എജിലിറ്റി. എജിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മീനിങ് വരുന്നത് ചടുലത എന്നാണ്. എജിലിറ്റി. Quickly and easily you can move, change direction and maintain control of your body. അതായത് വേഗത്തിലും എളുപ്പത്തിലും നമ്മുടെ ബോഡി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിപ്പിക്കുന്ന ചില എക്സസൈസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ നിങ്ങൾക്ക്? Quickly and easily you can move, change direction and maintain control of your body. അതിലൂടെ നിങ്ങളുടെ ഡാൻസിങ് വേറെ വരുന്നുണ്ട്. കോർഡിനേഷനിലാണ് ഡാൻസിങ് വരിക. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എജിലിറ്റിക്ക് നമുക്കൊരു എക്സാമ്പിൾ വേണമല്ലോ. ഞാനിവിടെ എക്സാമ്പിൾ ഒന്നും എഴുതിയിട്ടില്ല. ക്വിക്ലി ആൻഡ് ഈസിലി യു ക്യാൻ മൂവ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എളുപ്പത്തിലും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബോഡി കൺട്രോൾ ചെയ്യാനും പറ്റും. ഏതൊരു എക്സസൈസാ വരുന്നേ? എക്സാമ്പിൾ പറയാമോ? എന്താ? സ്പോർട്സ് ഐറ്റംസ് ഒക്കെ സ്പോർട്സിലൊക്കെ ചെയ്യില്ല. ഇപ്പൊ ഷട്ടിൽ ബാറ്റ് കളിക്കുമ്പോ വേഗം സ്പീഡിലെല്ലാം ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ. സ്കിപ്പിംഗ് പറയാല്ലേ നമുക്ക്? സ്കിപ്പിംഗ് പറയാവോ? ഡയറക്ഷൻ മാറോ? കൺട്രോൾ കിട്ടോ സ്കിപ്പിങ്ങില്? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞേ നിങ്ങള്. സ്കിപ്പിംഗ് ഡയറക്ഷൻ മാറത്തില്ലല്ലോ. ഡയറക്ഷൻ മാറില്ല അല്ലേ? മാറില്ല. ഇല്ല. അപ്പൊ നമുക്ക് സ്വിമ്മിങ് പറ്റും. സ്വിമ്മിങ്. ഓക്കെ ഓക്കെ, ശരിയാണ്. സ്വിമ്മിങ് നമുക്ക് എടുക്കാൻ പറ്റും ഇതിനകത്ത് എജിലിറ്റിയിൽ. അതായത് ക്വിക്ക് ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ മാറ്റാൻ സാധിക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡീനെ. ഓക്കെ, സ്വിമ്മിങ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എജിലിറ്റിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എഴുതി വെക്കുക സ്വിമ്മിങ്. പിന്നെ അടുത്തത് കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ എന്താണ്? എ സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ദ കപ്പാസിറ്റി ടു യൂസ് ദ സെൻസ് such as sight and hearing together with the body parts in performing motor tasks evenly and accurately. എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്യായാമം. ഓക്കെ, നമുക്ക് ചെയ്യാം. സ്കിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, ഡാൻസിങ് നമുക്ക് കൊടുക്കാം. കോർഡിനേഷൻ അതായത് നമ്മുടെ ബോഡി പാർട്സ് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ എക്സസൈസിലൂടെ സാധിക്കും. നമ്മുടെ ഓവറോൾ ബോഡിയിൽ നമ്മുടെ ബോഡി പാർട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഡാൻസിങ്ങിന് വരും. കൈകാലുകള് എല്ലാ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഡാൻസിങ്ങിലൂടെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോങ് കേൾക്കുമ്പോൾ, ഇപ്പൊ ഡാൻസിങ്ങിന് എന്താണ്? സോങ് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യും. അങ്ങനെയല്ലേ? സോങ് കേൾക്കുമ്പോഴല്ലേ നമ്മുടെ ബോഡി പാർട്സ് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. നമ്മുടെ കോർഡിനേഷൻ വരുന്നുണ്ടോ? ഹിയറിംഗ് വരുന്നുണ്ട് അല്ലെ? കേൾക്കുന്നത് വഴി നമ്മുടെ ബോഡി പാർട്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു? മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഡാൻസിങ് ആണ് കോർഡിനേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, പറയൂ. ഡാൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്.
ഡാൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബോഡി പാർട്സ് ഈസി ആയി മൂവ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ സോങ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ബോഡി പാർട്സ് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് മൂവ്മെന്റ് നടത്തുന്നു. Then types of physical fitness. അതായത് പലതരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതിന്റെ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3. നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിനെ 3ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഒന്നെന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, 2 സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, 3 കോസ്മെറ്റിക് ഫിറ്റ്നസ്. അങ്ങനെ 3 തരത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, HRPF എന്ന് പറയും. ഇറ്റ് ഈസ് ദ പവർ ഓർ കപ്പാസിറ്റി ടു ലിവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ്. എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്? വായിച്ചിട്ട് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? കപ്പാസിറ്റിയും പവറും ഹെൽത്തിന് കിട്ടുന്നതാണ് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ്. എഫിഷ്യന്റ് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്നത്. ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് അല്ലെ. ഹെൽത്തുമായി റിലേറ്റഡ് ആണ്. അതായത് ടയർഡ്നെസ് ഒന്നും കൂടാതെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള ഒരു കഴിവാണെന്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങളിപ്പോ രാവിലെ എണീക്കുന്നുണ്ട്, വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് വേണ്ടത് അല്ലെ. നമുക്കതില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉറക്കമായിരിക്കും, ഒരു മൂഡും ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണമായിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പോ വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ശരീരത്തിൽ ആ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ വെല്ലല്ല അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി അല്ല നമുക്ക് അപ്പൊ തന്നെ പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മുടെ ചെയ്യാനായിട്ട്, വീട്ടുജോലികൾ ചെയ്യാനാണെങ്കിലും മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും നമ്മുടേതായിട്ടുള്ള വർക്കുകൾ ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്തതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, SRPF. This consists of those contents of physical fitness that have a relationship with the enhanced performance in sports and motor skills. The elements are commonly defined as speed, agility and coordination. എന്താ മനസ്സിലായേ? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, സ്പോർട്സ് പെർഫോമൻസിന്റെ സ്കിൽ റിലേറ്റഡ്. അതായത് പറഞ്ഞോ, തന്നെയാണ് സാധ്യതയാണ്. കഴിവിനനുസരിച്ച് നമ്മുടെ എനർജി അത് ചെയ്യുന്നതിന് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യാം നമ്മുടെ ബോഡി ഫിറ്റ്നസിനനുസരിച്ച്. അതായത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ കഴിവിനനുസരിച്ച് നമ്മുടെ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നു. ഓരോ ആളുകളും അവർക്ക് പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, അതിനുവേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നു. അതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. എക്സാമ്പിൾ നമുക്ക് പറയാം, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഇപ്പൊ സ്പോർട്സിൽ ഏർപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ ഏർപ്പെടുന്ന ആള്, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് അത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ പറയാം, പിന്നെ ഓട്ടം, ജമ്പിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിലാണ് വരുന്നത് കേട്ടോ. അവരുടെ കഴിവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തത് കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് ദ ടേം റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സ്.
എന്താണ് പറയുന്നത് ഇതിനകത്ത്? കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്താണ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കോസ്മെറ്റിക് ഫിറ്റ്നസ് CF എന്ന് പറയും. ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓട്ടം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, ജിമ്മിലൊക്കെ പോയി. അതെ, ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തും വരും. യെസ് യെസ്, അതാണ്. അതായത് ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടി ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് എന്ത്? കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെയിലി എക്സസൈസിലൂടെയും വെയിറ്റ് ട്രെയിനിങ്ങിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ മാറ്റങ്ങൾ വരുത്തിയും നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകാൻ സഹായിക്കുന്നതാണ് എന്ത്? കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇതിലൂടെ നമുക്ക് മസിൽ ടോൺസ് ഉണ്ടാകും, ഷേപ്പ് ഉണ്ടാവും, സ്കിന്നിന്റെ ഹെൽത്ത് എന്നിവയൊക്കെ എയിം വെച്ചുകൊണ്ടാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട ലക്ഷ്യം, കോസ്മെറ്റിക് ഫിറ്റ്നസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ശരീരം, അതുപോലെ തന്നെ മസിൽ ടോണിങ്, സ്കിന്നിന്റെ ഹെൽത്ത്, ഇതിനൊക്കെയാണ് ഇത് എയിം വെക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സിനിമാ താരങ്ങളെ എടുക്കാം അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അത് പറഞ്ഞൂടെ? സിനിമയിൽ അഭിനയിക്കുന്ന ആളുകള് അവരെന്താ എയിം വെക്കുന്നത്? കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണ് എയിം വെക്കുന്നത് അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനേക്കാളും സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനേക്കാളും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസിനാണ്. അവർ കൂടുതൽ അവരുടെ ശരീരം ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവർ എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് എടുക്കുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കോസ്മെറ്റിക് ഫിറ്റ്നസിന് ഉദാഹരണമാണ്. അതിലൂടെ അവർക്ക് മസിൽ ടോണിങ് ഉണ്ടാകുന്നു, ഷേപ്പ്, നല്ല രീതിയിലുള്ള ബോഡി ഷേപ്പ് ഉണ്ടാകുന്നു, സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആകുന്നു. ഇതൊക്കെ എന്താണ്? കോസ്മെറ്റിക് ഫിറ്റ്നസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? 3 രീതിയിലുള്ള ഓക്കെ. നിങ്ങൾ ഏതാ ഇതിനകത്ത് എടുക്കുക? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണോ എടുക്കുക? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണോ എടുക്കുക? കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണോ എടുക്കുക? ഹെൽത്ത് റിലേറ്റഡ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അല്ലെ? നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് അതാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. Then next one ആണ് activities helpful for developing physical fitness components. The major training for developing physical fitness components are. അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആക്ടിവിറ്റീസുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ വാക്കിംഗ് ആണ്. വാക്കിംഗ് എന്താണ്? വാക്കിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. എന്താണ് പറയുന്നത്? വാക്കിംഗ് എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്? വെയിറ്റ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും. സംബന്ധമായ ഫിറ്റ്നസ്, ഫുൾ ബോഡിക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. നമുക്ക് ബോഡി ഷേപ്പ് ഉണ്ടാവും കേട്ടോ. വർക്കിംഗ് ആണ്. ബോഡി ഷേപ്പ് നല്ല രീതിയിൽ ഉണ്ടാവും. നല്ല കൂടുതൽ നടന്നാൽ നല്ല ബോഡി ഷേപ്പ് ആയിരിക്കുള്ളൂ. നമുക്ക് എന്താ പറയാ, അത്രയധികം ഭയങ്കരമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. അതായത് അത് നമ്മൾ ഇടയ്ക്കൊക്കെ നടക്കുന്നതല്ല. അതായത് ഒരു നിശ്ചിത സമയം ഇത്ര ദൂരം നടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്നതായിക്കോട്ടെ, നമുക്കൊരു ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വാക്കിംഗ് കൊണ്ട് സഹായമാണ്. അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ്, അതായത് നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ നല്ലതാണ് നടക്കുക എന്ന് പറയുന്നത്. വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, ഹാർട്ടില് ബ്ലഡ് പാസ് ചെയ്യുന്നതിനും ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിനൊക്കെ നടത്തം കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. ഇപ്പൊ വാക്കിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ സഹായിക്കുന്ന ഒരു എലമെന്റ് ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ റണ്ണിംഗ് ആണ്. Running can develop the physical fitness contents like the muscular continuity, agility, speed, etc. റണ്ണിംഗ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക?
ഫുൾ ബോഡി വർക്കൗട്ട് ആണ് റണ്ണിങ്. നമ്മുടെ കാലോറീസ് എന്ത് ചെയ്യും, കൂടുതൽ ബേൺ ചെയ്യും അല്ലെ. നമ്മള് കുറച്ചു ദൂരം നമുക്കറിയാം, നമ്മളിപ്പോ ചിലപ്പോ എന്താ പറയാ ശീലമില്ലാത്തവരുണ്ടാവും, അവരൊന്നും ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാല് നമ്മൾ കിതയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയും, കൂടുതൽ വേർപ്പ് ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ആയിട്ട് നമുക്ക് എന്തിനെ എടുക്കാം, റണ്ണിങ്ങിനെ എടുക്കാം അല്ലെ. നമ്മൾ വേറെ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, റണ്ണിങ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 500 കലോറി നമ്മുടെ പോകും, അരമണിക്കൂർ എനിക്ക് തോന്നുന്നു ഓടിക്കഴിഞ്ഞാൽ. അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ആണ് എന്ത്, റണ്ണിങ് എന്ന് പറയുന്നത്. നമ്മുടെ ജിമ്മിലൊക്കെ ചെന്നാലും ട്രെഡ്മിൽ ഉണ്ടല്ലേ, അത് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് നമ്മള് ഓടുമ്പോൾ നമുക്കറിയാം എത്ര കലോറീസ് ആണ് ഇവിടെ ബേൺ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, ജോഗിങ്ങിന് പോവാം അല്ലെ, ഓടാനായിട്ട് പോവാം. അപ്പോഴും എന്ത് ചെയ്യും, ഇത്ര കലോറി ബേൺ ആവും. ഓക്കെ, പിന്നെന്താണ് റണ്ണിങ്ങിന്റെ പ്രത്യേകത? കലോറി ബേൺ ആവുന്നെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ നമുക്ക് അവിടെ നമ്മുടെ ശരീരത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എജിലിറ്റി ഉണ്ടാവുകയാണ് നമ്മുടെ ശരീരത്തിന്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് വർദ്ധിക്കുകയാണ് ചെയ്യുക. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പീഡി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യേകതയിൽ കൂടി റണ്ണിങ്ങിന് കേട്ടോ. ബ്രത്തിങ് ഈസി ആയിട്ട്, നമുക്ക് ഈസി ആയിട്ട് ശ്വസിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ റണ്ണിങ്ങിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ്, ഇത്ര ഉള്ളോ? മൂന്നാമത്തെ പറയാൻ ഞാൻ വെയിറ്റ് ട്രെയിനിങ്. വെയിറ്റ് ട്രെയിനിങ്ങിന് എന്താണ്, വെയിറ്റ് ട്രെയിനിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ്, കണ്ടന്റ്സ് ലൈക്ക് മസ്കുലർ കണ്ടിന്യൂറ്റി, സ്ട്രെങ്ത് എക്സെട്ര. ഇതാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ ചെന്നാല്, നിങ്ങൾ ജിമ്മിൽ പോകുന്നവരുണ്ടോ? ജിമ്മിൽ പോകുന്ന എത്ര പേരുണ്ട്? ആരുമില്ലേ ജിമ്മിൽ പോകുന്ന? നമ്മുടെ ഈ ആരും പോകുന്നില്ല ജിമ്മില്? രമ്യ രജീഷ് പോകുന്നുണ്ടോ, ജിമ്മിൽ പോകുന്നുണ്ടോ? ഞാനല്ല, ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് പോകുന്നുണ്ടല്ലേ. അന്നൊന്ന് പറയാമോ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നോണ്ട്? വെയിറ്റ് ലോസ് ആവും, പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റൂലേ. വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റും. അപ്പൊ അവര് ചോദിക്കുമല്ലോ നമ്മളിവിടെ അവിടെ ചെല്ലുമ്പോ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കും. അപ്പൊ വെയിറ്റ് ലോസ് ആണെങ്കിൽ ഒരു കാർഡിയോ കൂടി ഉൾപ്പെടുത്തും അല്ലെ, കാർഡിയോ എക്സസൈസ് കൂടി ഉൾപ്പെടുത്തും. പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ടാവും അതിന്റെ കൂടെ. അപ്പൊ നമ്മുടെ മസിൽസ് ഒക്കെ എന്താ, നമ്മുടെ അതായത് നമ്മള് വെയിറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്താൽ നമുക്ക് വെയിറ്റ് ലോസ് ആകും. പക്ഷെ നമുക്ക് ആ വെയിറ്റ് ലോസ് നിലനിർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ശരീരം നല്ല ഭംഗിയിൽ വരാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. നമ്മുടെ മസിൽസ് ഒക്കെ ഇംപ്രൂവ് ആവും. അതിലൂടെ നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ബോഡിക്ക് ടോൺ കിട്ടും, നമ്മുടെ ശരീരം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും. ജിമ്മിൽ പോകുന്നവരൊക്കെ നോക്കിയാലും ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവർക്ക് ഒരു വെയിറ്റ് ലോസ് ആകും. അതുപോലെ തന്നെ അവരുടെ ശരീരം നല്ല ഭംഗിയിലായിട്ട് ഇരിക്കുക. ക്ഷീണിച്ചിട്ട് നമുക്കറിയാം, ചിലവര് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം മാത്രമേ ക്ഷീണിക്കുള്ളൂ അല്ലെ, മുഖം മാത്രം ക്ഷീണിക്കുന്ന ആളുകളുണ്ട്. വെയിറ്റ് ലോസ് ഉണ്ടാകുന്നെങ്കിൽ കൂടിയും ചിലപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടായെന്ന് വരില്ല. അപ്പൊ കുറച്ചും കൂടി ഭംഗി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസിന്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ്ങിന് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ശരീരം ബ്യൂട്ടിഫുൾ ആവും അല്ലെ. ആ കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. 6 പാക്ക്, മസിൽസിന്റെ സ്ട്രെങ്ത്, അതുപോലെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ, സ്ട്രെച്ചിങ്, ശരീരം നല്ല സ്ട്രെച്ചബിൾ ആകാൻ ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു വെയിറ്റ് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെച്ചിങ് പറയുന്നുണ്ട്. സ്ട്രെച്ചിങ് ക്യാൻ ഗ്രോ ദ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് ലൈക്ക് ബോഡി കമ്പോസിഷൻ, ഫ്ലെക്സിബിലിറ്റി എക്സെട്ര. എന്താണ് പറയുന്നത്, നമ്മള് സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിലൂടെ നമുക്ക് എന്ത് കിട്ടും, ബോഡി കമ്പോസിഷൻ, അതായത് ബോഡി ഒരു എന്താ പറയാ നല്ല ഒരു ടോണിങ്ങിലേക്ക് വരുന്നതായിരിക്കും. ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നമ്മൾ ചില സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ വയറിന്റെ ഭാഗത്തൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഫാറ്റ് ലോസ് ആവുകയും അതുപോലെ തന്നെ ആ ഭാഗം നല്ല ഷേപ്പിൽ വരികയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ പലതരത്തിൽ നമുക്ക് ഓവറോൾ പല കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളിൽ. സ്ട്രെച്ചിങ് ഉണ്ടാവാം, വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവാം. ഇതൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്, നമ്മുടെ ഓവറോൾ ബോഡി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ്, ബോഡി ഡെവലപ്മെന്റ്, ബോഡി ടോണിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്
ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇതിലൂടെ നമുക്ക് ബോഡി പെയിനും കുറയ്ക്കാൻ പറ്റത്തില്ലേ എക്സസൈസ് എന്താണ്? ബോഡി പെയിൻ കുറയ്ക്കാൻ പറ്റത്തില്ലേ എക്സസൈസ് പറ്റും പറ്റും. ബോഡി പെയിൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ബോഡി പെയിൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് പല ഭാഗങ്ങൾ അതുപോലെ തന്നെ കാലറീസ് പെയിൻ ആവുകയും ചെയ്യും. ആ ഭാഗം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഏത് ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത് അത് വലിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു വലിച്ചത് പോലെയൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഓക്കെ ആണ്? അതെ മാം. യെസ് മാം. ടീച്ചറെ ഞങ്ങൾക്ക് ട്രെയിനിങ് എന്താ? ഞങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നായിരുന്നു ടീച്ചർ. അത് കഴിഞ്ഞ് ടീച്ചർ ഇപ്പോഴാ വന്നത്. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരാതിരുന്നേ. എന്തായിരുന്നു തന്നത്? ഡെയിലി വീക്കിലി മീൽ പ്ലാൻ. വീക്കിലി മീൽ പ്ലാൻ അല്ലേ? എല്ലാവരും റെഡി ആക്കിയിട്ടുണ്ടോ? റെഡി ആക്കിയോ? എത്ര പേര് ചെയ്തിട്ടുണ്ട്? കുറെ പേര് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോവാം സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് കാണിച്ചോളൂ കേട്ടോ. ആരാണ് ആദ്യം ചെയ്യുന്നേ? വായിക്കണോ ടീച്ചറെ? രമ്യ. വായിച്ചോളൂ വായിച്ചോളൂ. ഞാൻ പിൻ ചെയ്തോട്ടെ കേട്ടോ. പിൻ ചെയ്യട്ടെ. മൺഡേ അപ്പം ആൻഡ് ചട്നി ബ്രേക്ക്ഫാസ്റ്റ്. 11:30 AM ലെമൺ ജ്യൂസ്. 1:30 PM. വീഡിയോ ഓൺ ചെയ്യുന്നില്ലേ? അയ്യോ. ഹായ്. Monday 9 AM appam and chutney. 11:30 lemon juice. 1:30 PM rice and mango curry. 4 PM watermelon juice. 8:30 PM rice and fish curry. Tuesday appam and sambar, lemon juice, rice and fish curry. Pinne 4 PM tea and rice flax. 8:30 rice and curry. Wednesday idli and kadala curry. Pinne 11:30 lemon juice. 1:30 rice and vegetable curry. 4 PM cucumber. 8:30 rice and curry. Thursday steam cake and egg curry. Lemon juice. 1:30 rice and chicken curry. 4 PM tea and snacks. 8:30 rice and curry. Friday breakfast appam and sambar. 11:30 lemon juice. 1:30 PM rice and vegetable curry. 4 PM tea and rice flax. 8:30 rice and curry. Saturday idli and chutney. 11:30 juice. 1:30 PM rice and curry. 4 PM tea and snacks. 8:30 PM rice and curry. And Sunday dosa and kadala curry. 11:30 PM juice. 1:30 PM rice and meat. 4 PM jackfruit and 8:30 PM rice and curry. Okay, very good. ഓക്കെ, പലരും ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചു പേർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കാനായിട്ട്. കുഴപ്പമില്ല, പിന്നെ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. രണഞ്ജന അരുൺ, അമീഷ സുൽത്താന, പർണ രാഹുൽ, ഇതൊക്കെ പിന്നെ കാണിച്ചാൽ മതി, പ്രശ്നമില്ല കേട്ടോ. അടുത്തതാരാണ്? ഞാൻ കാണിക്കട്ടെ മാം. ഉണ്ണി മേരി അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ചാർട്ട്
കാണുന്നുണ്ടോ മാം? ഒരു മിനിറ്റ്. കാണിച്ചോളൂ. ചാർട്ട്. ചാർട്ട് അല്ലേ? ഓക്കെ വെരി ഗുഡ്. മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ബനാന, ടീ, ലഞ്ച് റൈസ്, സാമ്പാർ, ബീൻസ് ആൻഡ് വാട്ടർ, സ്നാക്സ് ടീ, ബിസ്ക്കറ്റ്, പിന്നെ ഡിന്നർ ഇഡ്ഡലി, ടൊമാറ്റോ ചട്നി, കോക്കനട്ട് ചട്നി. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, കടലക്കറി, ടീ, റൈസ്. ലഞ്ച് വന്നിട്ട് റൈസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, വാട്ടർ, സ്നാക്സ് ടീ, ബനാന ചിപ്സ്, ആപ്പിൾ. ഡിന്നർ റൈസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ. വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, കോക്കനട്ട് ചമ്മന്തി, ടീ, ടൊമാറ്റോ ചമ്മന്തി. ലഞ്ച് റൈസ്, പുളിശ്ശേരി, ക്യാബേജ് തോരൻ, സ്നാക്സ് ടീ, ആപ്പിൾ, മിച്ചർ. ഡിന്നർ പൂരി, പൊട്ടറ്റോ കുറുമ. അടുത്തത് തേഴ്സ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചമ്മന്തി, ടീ. ലഞ്ച് റൈസ്, ചിക്കൻ കറി, രസം, വാട്ടർ, സ്നാക്സ് ടീ, ചേവ്, ചിപ്സ്. ഡിന്നർ റൈസ്, ചിക്കൻ കറി, രസം. പിന്നെ ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, സാമ്പാർ, ടീ, ചമ്മന്തി. ലഞ്ച് റൈസ്, സോയാബീൻസ് കറി, ബീട്രൂട്ട് തോരൻ, വാട്ടർ, സ്നാക്സ് ടീ, ബനാന. ഡിന്നർ ദോശ, സാമ്പാർ, സോയാബീൻസ് കറി. അടുത്ത് സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ, ഫിഷ് കറി, ടീ. ലഞ്ച് റൈസ്, അവിയല്, പരിപ്പ് കറി. സ്നാക്സ് ടീ, കപ്പ് കേക്ക്, ബിസ്ക്കറ്റ്. ഡിന്നർ റൈസ്, സാമ്പാർ, അവിയല്. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, എഗ് കറി, ടീ. ലഞ്ച് റൈസ്, ബീഫ് കറി, പുളിശ്ശേരി, ഓണിയൻ സലാഡ്. സ്നാക്സ് ടീ, ഉഴുന്നുവട. ഡിന്നർ ചപ്പാത്തി, ബീഫ് കറി. താങ്ക് യു ടീച്ചർ. ഓക്കെ ഞാൻ കാണിക്കട്ടെ ടീച്ചറെ? അടുത്ത ഞാൻ പറയട്ടെ. അതിനെ കഴിഞ്ഞ് ഞാൻ ആരാണ് ലിൻഡോ പോലോസ് വെയിറ്റ് ചെയ്യാട്ടോ. ഒന്ന് കാണിക്ക എല്ലാവരുടെയും കണ്ടിട്ടേ പോകൂ. ഒരു മിനിറ്റ് ഞാനൊന്ന് അൺപിൻ ചെയ്യട്ടെ. നെക്സ്റ്റ് ആരാ? അഞ്ചുമോൾ. അഞ്ചുമോൾ. ഓക്കെ അഞ്ചുമോൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ചാർട്ട് കാണിക്കാൻ അറിയില്ല. ചാർട്ട് കാണിച്ചോളൂ. എന്റെ ബാക്ക് ക്യാമറ ഓണാവുന്നു. ഫ്രണ്ട് ക്യാമറ വരുന്നുള്ളൂ. മിസ്സേ മിസ് കണ്ടോ? കണ്ടോ? ഓരോ ദിവസത്തെയും സെപ്പറേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഓരോ ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ കണ്ടു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊക്കെയോ ആയിപ്പോയി. പറയാമോ? മീൽ പ്ലാൻ ഒന്ന് പറയാമോ? പറയാം മിസ്സേ. മൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചട്നി. മിഡിൽ മോർണിംഗ് ആപ്പിൾ ജ്യൂസ്. ലഞ്ച് റൈസ്, ഫിഷ് കറി, സാമ്പാർ. ഡിന്നർ മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡിന്നർ രാഗി ദോശ, സാമ്പാർ. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, കടലക്കറി. മിഡ് മോർണിംഗ് ബനാന ജ്യൂസ്. ലഞ്ച് ചിക്കൻ ബിരിയാണി. ഈവനിങ് സ്നാക്ക് പഴംപൊരി. ഡിന്നർ വെജിറ്റബിൾ സാലഡ്. വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ബാജിക്കറി. മിഡ് മോർണിംഗ് ഓറഞ്ച് ജ്യൂസ്. ലഞ്ച് വെജിറ്റബിൾ ബിരിയാണി. ഈവനിങ് സ്നാക്ക് അട. ഡിന്നർ റൊട്ടി, എഗ് കറി. ട്യൂസ്ഡേ ഞാനിതിൽ ഉള്ള ദിവസം അനുസരിച്ച് വായിച്ചു. വെനസ്ഡേ കഴിഞ്ഞോ മിസ്സേ? വെനസ്ഡേ കഴിഞ്ഞോ?
വെനസ്ഡേ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ബാജി കറി, മിഡ് മോർണിംഗ് ഓറഞ്ച് ജ്യൂസ്, ലഞ്ച് വെജിറ്റബിൾ ബിരിയാണി, ഈവനിങ് സ്നാക്ക് അട, ഡിന്നർ റൊട്ടി എഗ് കറി. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം സ്റ്റൂ കറി, മിഡ് മോർണിംഗ് അനാർ ജ്യൂസ്, ലഞ്ച് റൈസ് ഫിഷ് കറി സാമ്പാർ, ഈവനിങ് സ്നാക്ക് അട, ഡിന്നർ ചപ്പാത്തി ചിക്കൻ കറി. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ബനാന, മിഡ് മോർണിംഗ് ആപ്പിൾ ജ്യൂസ്, ലഞ്ച് റൈസ് ഫിഷ് കറി സാമ്പാർ, ഈവനിങ് സ്നാക്ക് വട, ഡിന്നർ റൊട്ടി ബാജി കറി. സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എഗ് കറി, മിഡ് മോർണിംഗ് പപ്പായ ജ്യൂസ്, ലഞ്ച് റൈസ് ചിക്കൻ കറി ബീട്രൂട്ട് തോരൻ, ഈവനിങ് സ്നാക്ക് ബോണ്ട, ഡിന്നർ റൊട്ടി ബാജി കറി. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ, മിഡ് മോർണിംഗ് പപ്പായ ജ്യൂസ്, ലഞ്ച് റൈസ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ കടലക്കറി, ഈവനിങ് സ്നാക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച്, ഡിന്നർ റാഗി പുട്ട് ബനാന. കഴിഞ്ഞു മിസ്. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ആതിര കിരൺ. ആതിര കിരൺ ആണോ നെക്സ്റ്റ്? ഞാനാണെന്ന് പറഞ്ഞേ. ആണാണ്. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. കാണാമോ അമ്മ? ഒരു മിനിറ്റ്. കാണാം. വായിക്കണോ അതോ? വായിച്ചോളൂ. സൺഡേ പറഞ്ഞോളൂ. സൺഡേ ഇഡ്ലി സാമ്പാർ, സ്നാക്ക് ആപ്പിൾ, ലഞ്ച് റൈസ് അവിയൽ, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, എഗ് ഫ്രൈ, സ്നാക്ക് ടീ അവൽ, ഡിന്നർ ചപ്പാത്തി ഫിഷ് കറി. മൺഡേ മില്ലറ്റ് ഉപ്മ, ബോയിൽഡ് ബനാന, റൈസ് പയർ തോരൻ ഫിഷ് കറി, ടീ നട്ട്സ് ഓട്സ് വിത്ത് മിൽക്ക്. ട്യൂസ്ഡേ ദോശ ചമ്മന്തി, എഗ് വൈറ്റ്, റൈസ് സാമ്പാർ ഫിഷ് കറി, പപ്പായ തോരൻ, ടീ ബിസ്ക്കറ്റ്, വീറ്റ് ദോശ വെജ് കറി. വെനസ്ഡേ ഇടിയപ്പം ഗ്രീൻ പീസ്, തണ്ണിമത്തൻ ജ്യൂസ്, റൈസ് ഫിഷ് കറി, ക്യാരറ്റ് തോരൻ വെജിറ്റബിൾ സാലഡ്, ടീ ബോയിൽഡ് ബനാന, ഓട്സ് ഉപ്മ. തേഴ്സ്ഡേ പുട്കടല, നട്ട്സ്, റൈസ് ഫിഷ് കറി, പൊട്ടറ്റോ വെജിറ്റബിൾ സാലഡ്, ടീ അവൽ, ചപ്പാത്തി എഗ് കറി. ഫ്രൈഡേ അപ്പം പൊട്ടറ്റോ കറി, ആപ്പിൾ എഗ് വൈറ്റ്, റൈസ് ഫിഷ് കറി വെജിറ്റബിൾ സാലഡ്, ടീ ബിസ്ക്കറ്റ്, ഓട്സ് ഉപ്മ എഗ്. സാറ്റർഡേ ദോശ ചമ്മന്തി, ആപ്പിൾ റൈസ് ചിക്കൻ കറി ബീട്രൂട്ട് തോരൻ, ബോയിൽഡ് ബനാന, ടീ വെജിറ്റബിൾ സാലഡ് എഗ്. ഇതെങ്ങനെ എത്തിച്ചു ഇത്രയും പിക്ചർ? ആതിരാക്കിരൺ പ്രിന്റ് ഔട്ട് എടുത്തതാ മാം. ഓ, പ്രിന്റ് ഔട്ട് എടുത്തു. എല്ലാത്തിന്റെയും കിട്ടിയല്ലേ? അത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തു. ഓ, എന്തുമാത്രം എഫേർട്ട് എടുത്തു. ഒരു കൈയ്യടി കൊടുത്ത എല്ലാവരും. താങ്ക് യു. സൂക്ഷിച്ചു വെക്കേണ്ടതൊക്കെ. അടുത്തത് ആരാണ്? ഞാൻ പറയട്ടെ മാം. ആരാണ് പേര്? ആയിഷത്തുൽ ബുഷ്ര. സിയായിസ. എന്റെ പേര് ആയിഷത്തുൽ ബുഷ്ര എന്നാണ്. ഓക്കെ ഓക്കെ, ചെയ്തോളൂ കേട്ടോ. സൺഡേ പൂരി മസാല, ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാല, ലഞ്ച് സദ്യ, ഈവനിങ് നട്ട്സ്, ഡിന്നർ ചപ്പാത്തി ആൻഡ് എഗ് റോസ്റ്റ്. മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് വട ചട്നി, ലഞ്ച് റൈസ് ആൻഡ് ചിക്കൻ, ഈവനിങ് ബനാന, ഡിന്നർ സാലഡ്. Tuesday breakfast egg and ragi,
lunch fish and rice, evening rava laddu, dinner chapati and vegetable kurma. Wednesday, idli and chutney breakfast, lunch vegetable meals, evening fruits, dinner wheat upma. Tuesday, breakfast dosha and sambar, lunch biryani, evening egg, dinner chapati and paneer. Friday, breakfast put and kadala, lunch rice and sambar, evening ada, dinner salad and meat. Saturday, breakfast upma, lunch vegetable meals, evening rice laddu, dinner chapati and vegetable kurma. Okay, ma'am. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിക്ചർ ഒക്കെ Thank you. ഒട്ടിച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഗൂഗിളിൽ നിന്ന് എടുത്താണോ ഇത്? ഗൂഗിളിൽ നിന്ന് എടുത്തേ? അല്ല, വരച്ചതാണ്. കുറച്ചൊക്കെ ഞാൻ ബുക്കിൽ നിന്ന് വെട്ടി ഒട്ടിച്ചു, ബാക്കി വരച്ചതാണ്. ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് വരച്ചിട്ടുള്ളത് അപ്പൊ? ഈ ലൈന് മൊത്തം വരച്ചതാണ്, ഇതും വരച്ചതാണ്, ഇതും ഒട്ടിച്ചതാണ്, ഇതൊക്കെ ഒട്ടിച്ചതാണ്, ഇത് ഒട്ടിച്ചതാണ്, ബാക്കിയൊക്കെ വരച്ചതാണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ വരച്ചത് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് വരച്ചല്ലേ? ആ അതെ. ഓക്കെ ഓക്കെ. താങ്ക് യു. നിങ്ങൾ റെക്കോർഡൊക്കെ എഴുതുമ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ മാക്സിമം. കാരണം നമ്മൾ റെക്കോർഡ് എഴുതുമ്പോൾ നെക്സ്റ്റ് പേജിൽ ആ സ്കെച്ച് വരുന്നതായിരിക്കും, അതിന്റെ പാടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പൊ റെക്കോർഡ് റൈറ്റിംഗിൽ മാക്സിമം എന്തെങ്കിലും ക്രയോൺസോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. റെക്കോർഡിൽ മാത്രം, നമ്മുടെ ചാർട്ടിലൊന്നും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ചെയ്യുന്ന അസൈൻമെന്റ്സിലും കുഴപ്പമില്ല. റെക്കോർഡ് ആകുമ്പോൾ ഒരു ബുക്ക് ആണല്ലോ, നമുക്ക് അപ്പുറത്തെ പേജിലൊക്കെ എഴുതാനുണ്ടാവുമല്ലോ, അപ്പൊ ഒന്ന് സൂക്ഷിക്കണേ. ഓക്കെ ഓക്കെ മാം. താങ്ക് യു. ഓക്കെ. ഇനി ആരെയാണ് അടുത്തത്? ഉബീന. അതെ. കാണാം. ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല മിസ്സേ. എടുക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ കാണാൻ പറ്റുമോ? ആ കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. വായിക്കട്ടെ മിസ്? ആ വായിച്ചോളൂ. Sunday breakfast idli and chutney, lunch chicken biryani, dinner chapati and chicken curry. Monday dosha and sambar, lunch rice and fish curry, fish fry. Dinner rice and fish curry, omelette. Tuesday put and banana, lunch rice fish curry beetroot pachadi. Dinner bullseye. Wednesday chapati and egg curry, lunch rice and rasam cheera thoran. Dinner chapati and egg curry. Thursday idiyappam and potato curry, lunch rice and fish curry avial. Dinner rice and fish curry. Friday upma, lunch rice and beef curry. Dinner nice patiri and beef curry. Saturday appam and egg curry, lunch rice chammandi omelette and curd. Dinner kappa and fish curry. കേട്ടാ? ഓക്കെ ഓക്കെ. ഫോട്ടോ ഒക്കെ എങ്ങനെ എടുത്തതാണ്? എന്തെങ്കിലും വെട്ടിയെടുത്തതാണോ? എല്ലാം പ്രിന്റ് എടുത്തതാണ് മിസ്സേ. ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നിട്ട് പ്രിന്റ് എടുത്തല്ലേ? നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. താങ്ക് യു. നെക്സ്റ്റ് വൺ ആരാ? നെക്സ്റ്റ് ഞാൻ പറയാമോ? ജെംസി അല്ലേ? ആ ബാക്ക് ക്യാമറ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചട്നി, മിഡ് മോർണിംഗ് ബനാന, ലഞ്ച് ചിക്കൻ കറി റൈസ്
curd. Evening snack steam banana. Dinner chapati egg curry. Tuesday ragi dosha. Mango fish curry rice. Vegetable macaroni. Wheat poroto chicken curry. Wednesday idli sambar. Apple shake. Beef biryani. Veg samosa. Beef biryani. Thursday puri potato gravy. Nuts rice pumpkin gravy. Kesari rice curd. Friday appam egg gravy. Watermelon rice dal curry fish fry. Oats tomato rice. Saturday idiyappam stew milk. Milk pudding rice rasam chicken fry. Banana fry. Dosha egg curry. Sunday rava dosha chutney sambar. Kiwi orange and apple. Rice fish curry. Wheat payasam. Chapati coconut milk. ഓക്കെ. ഫോട്ടോസ് ഒക്കെ എന്ത് ചെയ്തു? എങ്ങനെയാ ചെയ്തേ? ഫോട്ടോസ് എടുത്തത് എങ്ങനെയാ? പ്രിന്റ് എടുത്തതാണ്. പ്രിന്റ് എടുത്തായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറയട്ടെ. അടുത്തത് ആര്യയാണോ? ആരാ പറഞ്ഞേ? നെക്സ്റ്റ് ആരാ? ഞാൻ പറയാം മാം. ആര്യ രാഗേഷ്. കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. വീഡിയോ ആണല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ട്. വീഡിയോ ഓൺ ആണ്. ഓൺ ആവുന്നില്ല. ഓൺ ആണ്, റേഞ്ച് ഇഷ്യൂ ആണ് മാം. ഓക്കെ ഓക്കെ. ഞാൻ പറയട്ടെ, വീഡിയോ ഓൺ ആക്കുമ്പോഴത്തേക്കും റേഞ്ച് പോകുന്നതാ. ഓക്കെ, പറഞ്ഞോളൂ. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചട്നി. സ്നാക്ക് ആപ്പിൾ. ലഞ്ച് റൈസ് ആൻഡ് ഫിഷ് കറി. സ്നാക്ക് ചായ ബിസ്ക്കറ്റ്. ഡിന്നർ ചപ്പാത്തി വെജ് കറി. മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കടലക്കറി. സ്നാക്ക് ബനാന. ലഞ്ച് ബിരിയാണി. സ്നാക്ക് ചായ വട. ഡിന്നർ ചോറ് ചിക്കൻ കറി. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എഗ് കറി. സ്നാക്ക് പപ്പായ. ലഞ്ച് ബിരിയാണി. സ്നാക്ക് ചായ കേക്ക്. ഡിന്നർ ചപ്പാത്തി എഗ് കറി. വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം എഗ് കറി. സ്നാക്ക് ഓറഞ്ച്. ലഞ്ച് ചോറ് തോരൻ ഫിഷ് കറി. സ്നാക്ക് ചായ മിച്ചർ. ഡിന്നർ ചോറ് തോരൻ. തേഴ്സ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി കുർമ. സ്നാക്ക് ഗ്രേപ്സ്. ലഞ്ച് ചോറ് തോരൻ ഫിഷ് കറി. സ്നാക്ക് ചായ വട. ഡിന്നർ ചോറ് തോരൻ. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എഗ് കറി. സ്നാക്ക് വാട്ടർമെലൻ. ലഞ്ച് ചോറ് ഫിഷ്. സ്നാക്ക് ചായ റിസ്ക്. ഡിന്നർ ചോറ് ഫിഷ് കറി. സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ. സ്നാക്ക് പൈനാപ്പിൾ. ലഞ്ച് ചോറ് പൊട്ടറ്റോ കറി ഫിഷ് കറി. സ്നാക്ക് ചായ ബിസ്ക്കറ്റ്. ഡിന്നർ ചോറ് ഫിഷ് കറി. ഇത്രയേ ഉള്ളൂ മാം. വീഡിയോ ഓൺ ആവുന്നില്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നതാ. സാരില്ല, പിന്നെ കാണിച്ചു തന്നാ മതി. ഒരു ദിവസം റേഞ്ച് ഇഷ്യൂ ഇല്ലാത്ത ദിവസം കാണിച്ചു തന്നാ മതി. താങ്ക് യു മാഡം. ഞാൻ പറയാം. നൂറ മുഹമ്മദ് അല്ലേ? Monday dosha and chicken curry. Apple rice fish curry and fish fry. Snacks chaya banana. Dinner chapati chicken curry. Tuesday steam cake and boiled banana. Snacks orange. Lunch biryani. Snacks coffee and biscuit. Dinner chapati and egg roast. Wednesday dosha and kurma. Rice dal curry fish fry. Snacks banana. Boost. Dinner paratha and chicken curry. Thursday idiyappam and chicken curry. Snacks Horlicks. Lunch biryani. Snacks coffee. Dinner chapati and vegetable curry. Friday breakfast masala dosha and chutney. Snacks apple juice. Rice ghee rice and dal curry. Snacks coffee.
dinner chapati and egg roast. Saturday, idli and chutney. Snacks, tea and biscuit. Lunch, rice, vegetable curry and papad. Snacks, tea. Dinner, paratha and chicken curry. Sunday, patidi and chicken curry. Snacks, tea. Lunch, ghee rice and chicken curry. Snacks, coffee. Dinner, chapati and vegetable curry. വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മാം നെക്സ്റ്റ് പറയട്ടെ? ഞാൻ പറഞ്ഞോട്ടെ? ഇനി ആരാണ് പറയാനുള്ളേ? ഞാൻ പറയട്ടെ? ഈ രണ്ടുപേരാണോ? അജിത, അൻസി? അല്ല മിസ്, ഞാനുണ്ട്. 3 പേരുണ്ട്. 4, 5. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ എടുക്കും. ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് കേട്ടോ. ഓക്കെ, ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക, അല്ല ആക്ടിവിറ്റീസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക. വരുന്ന എന്താ പറയാ സമയങ്ങളിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാലോ? ഓരോ ടീച്ചേഴ്സിന് ഓരോ അസൈൻമെന്റ് ഓരോ വെക്ക അല്ലെ, പേര് എഴുതിയിട്ട്. അതെ അതെ, അങ്ങനെ വെച്ചാൽ മതി. അസൈൻമെന്റ് നിങ്ങൾ പ്രാക്ടിക്കൽസിനൊക്കെ വരുമ്പോ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത് സീൽ വെച്ച് തരും. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചു പേര് വെള്ളി ശനി ദിവസങ്ങളിൽ സെക്കൻഡ് ബാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദൂര സ്ഥലത്ത് നിന്നൊക്കെ ട്രിവാൻഡ്രം, കണ്ണൂരിൽ നിന്നൊക്കെ വന്നിരുന്നാലും ഇവപ്പോഴും അസൈൻമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈൻ ചെയ്ത് കൊടുത്തു. അത് അത്ര എഫേർട്ട് എടുത്ത് അവർ ചെയ്യുന്നതല്ലേ. എന്താ ഇത് എവിടെയാണ് നമ്മുടെ സ്കൂള്? ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നോർത്ത് പറവൂരാണ്, എറണാകുളം. പ്രാക്ടിക്കൽസിന് വരുമ്പോ നമുക്ക് കാണാം, എല്ലാരെയും പരിചയപ്പെടാം. ഇനി ഇതല്ല, നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളു. നിങ്ങളിപ്പോ മിസ്സിന്റെ അസൈൻമെന്റ് തന്നിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ അസൈൻമെന്റ് തന്നിട്ടില്ല. ഞാൻ അടുത്ത ചാപ്റ്ററിൽ തരും കേട്ടോ അസൈൻമെന്റ്. മാം ഓരോ യൂണിറ്റ് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ മോക്ക് ടെസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഇന്ന് കൊടുക്കില്ല, നാളെ തരും കേട്ടോ. നാളെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം മോക്ക് ടെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിരുന്നു പറ്റിയ? എന്താ മിസ്സിന് എന്തായിരുന്നു പറ്റിയ? ഇത്രയും ദിവസം കണ്ടില്ലല്ലോന്ന്. എനിക്ക് മൈഗ്രെയിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ക്ലാസ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ലീവ് ആയിരുന്നത് കേട്ടോ. എന്താ മൗണ്ട് ടെസ്റ്റ് ക്ലാസ് റൂമിൽ തന്നെ ചെയ്യുക ചെയ്യണ്ടേ? മോക്ക് ടെസ്റ്റ് നിങ്ങൾ ക്ലാസ് റൂമിൽ തന്നെ ചെയ്താൽ മതി. അതിനുള്ള സംവിധാനം ഉണ്ട്, നിങ്ങൾക്ക് വരൂ കേട്ടോ. ആരെങ്കിലും തന്നിട്ടുണ്ടോ മോക്ക് ടെസ്റ്റ്? ഇല്ലില്ല, അതുകൊണ്ട് അതിനെ പറ്റി ഇല്ല. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് തന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ തന്നെ അതിൽ തന്നെ മാർക്ക് വരുമോ ഇതിന്? അതിൽ തന്നെ മാർക്ക് വരും. എത്രയാണ് സ്കോർ എന്നുള്ളത് കാണും. ഓക്കെ മിസ്. മിസ് സൈൻ ഓഫ് ചെയ്യട്ടെ? സൈൻ ഔട്ട് ചെയ്തോളൂ. Myself Anju Mol. First of all, thank you for Ashwati ma'am. Thank you for all of you. Ashwati ma'am, thank you your guidance and support for throughout classes. I really appreciate all your hard work and effort in making the lesson engaging and informative. We discuss of today classes are contents of physical fitness, strength, endurance, speed, agility, flexibility, coordination. Type of physical fitness. 3 type. They are health related physical fitness, skill related physical fitness, cosmetic fitness. Health related physical fitness, HRPF. Power and capacity. Skill related physical fitness, cosmetic fitness.
developing physical fitness, walking, running, weight training, stretching. You are an amazing teacher. We lucky to have you. My heart filled today's valuable classes. Thank you to all friends who participated and supported for today's classes. Everyone, please forgive me for the mistake in my speech. Have a great day. Thank you and God bless you all. Thank you, Miss. Thank you. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? താങ്ക് യു മിസ്. പറഞ്ഞോളൂ. നമ്മൾ ഈ അസൈൻമെന്റിന്റെ മാർക്കും അതേപോലെ ഈ മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ ലാസ്റ്റ് നമ്മളെ ഫൈനലില് ചേർക്കുവോ? അസൈൻമെന്റിന്റെ ഒക്കെ അസൈൻമെന്റ് ഇല്ലാതെ നിങ്ങളുടെ ആക്ടിവിറ്റി ആയിട്ട് തരുന്നതല്ലേ അസൈൻമെന്റിന്റെ ഒക്കെ അത് തരുന്നതാണ്. മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ മാർക്ക് ലാസ്റ്റ് ചേർക്കില്ല. നമ്മുടെ മോഡൽ എക്സാം, മെയിൻ എക്സാം, പിന്നെ വൈവി ഉണ്ടാവും നമുക്ക്. പ്രാക്ടിക്കൽസ് എന്താ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് വരുന്നതല്ലേ? ഓൺലൈൻ ആയിട്ട് വരുന്നതാണെന്നോ? അതെ അതെ, വൈവി ഒക്കെ ഓൺലൈൻ ആണ്. പ്രാക്ടിക്കൽ പക്ഷെ നിങ്ങൾ വരണം. എന്തിനാണ് മസ്റ്റായിട്ട് വരണോ മാം പ്രാക്ടിക്കലിന്? എന്താണ് മസ്റ്റായിട്ടും വരണോ എല്ലാരും? എല്ലാവരും ചിലവര് വരാൻ പറ്റാത്തവരുണ്ട്. വന്നാല് നല്ലതായിരുന്നു. കാരണം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണണ്ടേ, മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ പരിചയപ്പെടണ്ടേ, ചെയ്യണ്ടേ. മിസ്സേ, ഞങ്ങൾ കോഴിക്കോട് നിന്ന് അവിടം വരെ വരാനാവോ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പലരും വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികള്. ധാരാളം പേര് വരുന്നുണ്ട്. അത് വരാൻ ആ സമയത്ത് 1 year തീരുമ്പോഴാ വരണ്ടേ? അത് തീരുമ്പോഴാണ്, ഇപ്പോഴല്ല കേട്ടോ. ലാസ്റ്റ് ആണ് വരുന്നത്, ഇപ്പോഴല്ല. ഓക്കെ മിസ്സേ. ബാക്കി എക്സാം ഒക്കെ ഓൺലൈൻ അല്ലേ? എക്സാം ഒക്കെ ഓൺലൈൻ ആണ്. ഓക്കെ, താങ്ക് യു മിസ്. എക്സാം നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് പോലെ ആൻസർ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണോ ഫൈനൽ എക്സാം? അതെ അതെ അതെ, ആൻസർ ചൂസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് പോലെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് തരുന്നത് കേട്ടോ. മോഡൽ എക്സാം ഉണ്ടാവും, മെയിൻ എക്സാം ഉണ്ടാവും. മിസ്സേ 24-ാം തീയതിത്തെ ക്ലാസ് ഇതില് കാണാൻ പറ്റിയിട്ടില്ല, റെക്കോർഡ് ക്ലാസ്. അതെയോ? 24-ാം തീയതിത്തെ ക്ലാസ് അത് നോക്കട്ടെ, അവരിട്ടിട്ടുണ്ടാവും. നോക്കട്ടെ, ചോദിക്കട്ടെ കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോ കാണാൻ പറ്റാത്തത്. ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ശരി ശരി. ഓക്കെ, അപ്പൊ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? താങ്ക് യു മിസ്. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം, ക്ലാസ് ആരാണ് ഇപ്പൊ പറഞ്ഞത്? അജിതയാണോ തസ്ലീമയാണോ? എന്താണ് പറഞ്ഞേ? മോക്ക് ടെസ്റ്റ് നമ്മുടെ ടെസ്റ്റിനകത്തുള്ളതല്ലേ വരുന്നത്? നമ്മുടെ PDF-ലുള്ളതാണ് മോക്ക് ടെസ്റ്റ് വരുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണോ? പുറത്തുനിന്ന് വരുമെന്നോ? എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നില്ലേ? നമ്മള് റഫ് നോട്ട് പോലെ ഇതിനകത്ത് വരുമോ? PDF-ലുള്ളത് മാത്രമേ വരുള്ളൂ മോക്ക് ടെസ്റ്റ് കേട്ടോ. 1ാം ചാപ്റ്ററിന് മാത്രല്ലേ ഉള്ളൂ മിസ്സേ? ഞാൻ എടുത്ത ചാപ്റ്റർ ഇപ്പൊ ഓരോ ടീച്ചർമാരും ചാപ്റ്റർ എടുത്ത് തീരുമ്പോ നമുക്ക് മോക്ക് ടെസ്റ്റ് തരും. 5 എണ്ണം തരും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.